ഗുരുവായൂരപ്പന് ഉത്സവക്കാലായി. ഇന്നലെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് കൊടിയേറിയത്. ഇനി 10 ദിവസം ഭക്തി നിർഭരമായ ഉത്സവ നിറവിലാണ് ഗുരുവായൂർ അമ്പലം. ഇന്നത്തെ ഈ കൈപ്പയ്ക്ക തീയലിൻ്റെ റെസിപ്പി കാണുന്നതോടുകൂടി ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. റെസിപ്പിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്നലെ രാവിലെ ആനയില്ല ശീവേലി നടന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടി ആനയോട്ടം നടന്നു. മത്സരത്തിൽ ഒന്നാമനായി ഓടിയെത്തിയ കൊമ്പൻ രവികൃഷ്ണനാണ് ഇപ്രാവശ്യത്തെ ഉത്സവകാലത്ത് ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഈ ആനയില്ല ശിവേലിയും അതുപോലെ തന്നെ ആനയോട്ടവും ഗുരുവായൂർ അമ്പലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം. വളരെ പണ്ട് ഗുരുവായൂർ അമ്പലത്തിന് ഇന്നത്തെ പോലെ ആനകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് പുന്നത്തൂർ കോട്ടയിലെ ആനകളിൽ നിന്നാണ് ആനയോട്ടത്തിനുള്ള ആനകളെ നറുക്കിട്ട് തീരുമാനിക്കുന്നത്. വളരെ പണ്ട് ഗുരുവായൂർ ആനയില്ലാതിരുന്ന സമയത്ത് കൊടുങ്ങല്ലൂർ തൃക്കണാപുരം ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഉത്സവത്തിനായിട്ട് ആനകളെ എത്തിച്ചിരുന്നത്. അങ്ങനെ ഒരു വർഷം എന്തോ ഒരു കാരണവശാൽ തൃക്കണാപുരത്ത് നിന്നും ഉത്സവത്തിന് ആനകൾ ഗുരുവായൂർ എത്തിയില്ല. അതുകൊണ്ട് അന്ന് രാവിലത്തെ ശീവേലി ആനയില്ലാതെ നടത്തേണ്ടി വന്നു. കീഴ്ശാന്തി തിടമ്പ് കയ്യിലെടുത്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് ശീവേലി നടത്തി. എന്നാൽ അന്നേ ദിവസം ഉച്ചയോടുകൂടി ഭഗവാൻ വിളിച്ചു വരുത്തിയതുപോലെ തൃക്കണാപുരത്ത് നിന്നും ആനകൾ തനിയെ ഗുരുവായൂർക്ക് ഓടിയെത്തിയെന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ആനയില്ല ശീവേലിയും അതുപോലെ ആനയോട്ടവും നടത്തിപ്പോരുന്നത്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.